ദൈവനാമത്തിന് മഹത്വം. ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബിഗിനർ ഗ്രേഡിന്റെ 12ാമത്തെ അധ്യായമാണ്. അധ്യായത്തിന്റെ പേര് ബുദ്ധിയില്ലാത്ത പണക്കാരൻ. എന്താണ് ബുദ്ധിയില്ലാത്ത പണക്കാരൻ? വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 12ാമത്തെ അധ്യായം 16 മുതൽ 21 വരെയുള്ള ഭാഗങ്ങൾ. ഇന്നത്തെ ക്ലാസ്സിലും കർത്താവ് പറഞ്ഞതായ ഒരു ഉപമയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് പാഠത്തിന്റെ പേര്? ബുദ്ധിയില്ലാത്ത പണക്കാരൻ. കൂട്ടുകാരെ, നിങ്ങൾക്ക് പണക്കാരൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമോ? അതെ, ഒത്തിരി ധനമുള്ള അഥവാ ഒത്തിരി പണമുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ പണക്കാരൻ എന്ന് പറയുന്നത്. പണക്കാരന്റെ ഭവനം കണ്ടിട്ടുണ്ടോ? വലിയ കൊട്ടാരം പോലത്തെ ഭവനമായിരിക്കും അല്ലെ? അതുപോലെ വലിയ വാഹനം ഉണ്ടായിരിക്കും, ഒത്തിരി ജോലിക്കാരുണ്ടായിരിക്കും. എന്തുകൊണ്ടും വളരെ ആർഭാട ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ പണക്കാരൻ അല്ലേ? ശരി, എന്നാൽ ഈ കഥയിലും നമ്മൾ ഇന്നൊരു പണക്കാരനെ കുറിച്ചാണ് പഠിക്കാനായി പോകുന്നത്. ഈ വ്യക്തി എങ്ങനെയാണ് പണക്കാരനായതെന്ന് അറിയാമോ? അദ്ദേഹം കൃഷി ചെയ്ത് വളരെ ധനമുണ്ടാക്കി സമ്പാദിച്ചാണ് അദ്ദേഹം പണക്കാരനായി മാറിയത്. നമ്മൾ കൃഷി ചെയ്യാറുണ്ടല്ലേ? നമ്മൾ ചെറിയ പാത്രത്തിലോ അല്ലെങ്കിൽ ചെറിയ സ്ഥലത്തൊക്കെ അല്ലേ നമ്മൾ കൃഷി ചെയ്യാറുള്ളത്. എന്നാൽ ഈ കൃഷിക്കാരൻ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഇദ്ദേഹത്തിന് വലിയ പുരയിടം ഉണ്ടായിരുന്നു, വലിയ ഏക്കർ കണക്കിന് വസ്തുവും. അവിടെയാണ് ഇദ്ദേഹം കൃഷി ചെയ്തത്. കൃഷി ചെയ്ത് വളരെ ധാന്യം ഇദ്ദേഹത്തിന് കിട്ടി. ധാന്യം കിട്ടിയപ്പോൾ ഇതെല്ലാം സൂക്ഷിച്ചു വെക്കാനായ ഒരു വലിയ കളപ്പുര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇദ്ദേഹം കൃഷി ചെയ്ത് കുറെ നാൾ കഴിഞ്ഞപ്പോൾ അതിന്റെ കൊയ്ത്തിന്റെ സമയമായപ്പോൾ ഇദ്ദേഹം അതിശയിച്ചു. വാവ്, എന്തു നല്ല സമ്പാദ്യമാണ്! ഞാൻ വിചാരിച്ചതിനേക്കാളും വളരെ നല്ല ഒരു കൃഷിയാണ് എനിക്ക് റിട്ടേണായി തിരികെ എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം അങ്ങനെ വളരെയധികം സന്തോഷിച്ചു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇപ്രകാരം പറയുകയും ചെയ്തു, എന്റെ കളപ്പുര ഇത് പോരാ, ഇതിനെ ഇനി ഇടിച്ചു കളഞ്ഞിട്ട് ഒരു വലിയ കളപ്പുര എനിക്ക് ഉണ്ടാക്കണം. അദ്ദേഹത്തിന്റെ കളപ്പുര നിറച്ച് ചാക്കുകളിൽ ധാന്യങ്ങൾ സ്വരൂപിച്ച് കൂട്ടിവെച്ചു. എന്നിട്ട് അദ്ദേഹം മനസ്സിൽ ഇപ്രകാരം പറഞ്ഞു, ഇനി എത്ര വർഷം വേണമെങ്കിലും എനിക്ക് സുഖമായി ജീവിക്കാം. തനിക്ക് ഏറിയ സമ്പാദ്യം ലഭിച്ചത് കാരണം താൻ ഇപ്രകാരം പറഞ്ഞു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. എനിക്കിനി ആരുടെയും ആവശ്യമില്ലാതോണം എനിക്കിനി സുഖമായി ജീവിക്കാൻ കഴിയും എന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഈ ഉള്ളിൽ പറഞ്ഞത് ആര് കേട്ടു? ദൈവം കേട്ടു അല്ലെ? നമ്മൾ രഹസ്യമായിട്ട് നമ്മളുടെ ഉള്ളിലൊക്കെ പറയുന്ന കാര്യങ്ങൾ, രഹസ്യമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ആര് കേൾക്കും? ദൈവം കേൾക്കും അല്ലേ? അന്ന് രാത്രി ഈ പണക്കാരൻ ഉറങ്ങുവാൻ വേണ്ടി കിടന്നു. ദൈവം ആ രാത്രിയിൽ അദ്ദേഹത്തോട് ചോദിച്ചു, മൂഢ, ഈ രാത്രിയിൽ ഞാൻ നിന്നോട് നിന്റെ പ്രാണനെ ചോദിക്കും. നീ ഈ ഒരുക്കി വെച്ചതെല്ലാം ആർക്കാകും? കൂട്ടുകാർക്ക് എന്താണ് ദൈവം ഈ പണക്കാരനോട് ചോദിച്ചെന്ന് മനസ്സിലായോ? ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ ഞാൻ ചോദിക്കും എന്ന് പറഞ്ഞാൽ ഈ രാത്രിയിൽ നീ മരിച്ചു പോകും. അങ്ങനെ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ കളപ്പുരയിൽ കെട്ടിവച്ചിരിക്കുന്നതായ ഈ ധാന്യങ്ങളെല്ലാം പിന്നെ എന്ത് ചെയ്യും? ആർക്കും ഉപയോഗമില്ലാതായി പോകും അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ രാത്രിയിൽ ആ ധനവാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ സ്വരൂപിച്ചു വച്ചിരിക്കുന്ന ആ കളപ്പുരയിലെ മുഴുവൻ ധാന്യവും കൊണ്ട് അദ്ദേഹത്തിന് ഒരു ഉപയോഗവുമില്ല. അങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ, ഇത് കർത്താവ് പറഞ്ഞതായ ഒരു ഉപമയാണ്. ഇനി ഈ ഉപമയിൽ കൂടി കർത്താവ് എന്താണ് നമ്മോട് പറയുന്നത് നമുക്ക് നോക്കാമോ? നമ്മുടെ നേട്ടങ്ങളും നമ്മുടെ സമ്പാദ്യങ്ങളും ഒന്നും നമ്മുടെ സ്വന്തമല്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ നന്മകളും ദൈവത്തിന്റെ ദാനമാണ്. അതിൽ നാം ഒരിക്കലും അഹങ്കരിക്കാൻ പാടുള്ളതല്ല. നാം എപ്പോഴും നമ്മുടെ മാതാപിതാക്കളോടും നമ്മുടെ സ്നേഹിതരോടും നമ്മുടെ അധ്യാപകരോടും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോടും എല്ലാം നാം എപ്പോഴും നന്ദിയുള്ളവരും കടപ്പാടുള്ളവരും ആയിരിക്കണം. നമ്മുടെ സ്വന്തം നേട്ടമല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ദൈവത്തോടും നാം നന്ദിയുള്ളവരായിരിക്കണം. ഇന്നത്തെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? എങ്കിൽ ഇന്നത്തെ മനപ്പാഠവാക്യം പഠിക്കാം. മനപ്പാഠവാക്യം ലൂക്കോസ് എഴുതിയ സുവിശേഷം 12ാം അധ്യായം 20ാമത്തെ വാക്യം. മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ പാഠപുസ്തകത്തിലെ
കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ധനവാന് സന്തോഷം വർദ്ധിക്കുവാൻ കാരണമെന്ത്? അതിന്റെ ഉത്തരം, ധനവാൻ കൃഷി ചെയ്തു, എന്നാൽ വിളവെടുക്കുന്ന സമയത്ത് താൻ പ്രതീക്ഷിച്ചതിലും അധികം ധാന്യം തനിക്ക് ലഭിച്ചു. അതിലാണ് ധനവാൻ സന്തോഷിച്ചത്. രണ്ടാമത്തെ ചോദ്യം, നല്ല വിളവ് കണ്ട സന്തോഷത്തിൽ ആ ധനവാൻ എന്തെല്ലാമാണ് പറഞ്ഞത്? ധനവാൻ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. മൂന്നാമത്തെ ചോദ്യം, ദൈവം ധനവാനായ കൃഷിക്കാരനോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? എന്താണ് ചോദിച്ചത്? നമ്മുടെ മനപ്പാഠവാക്യത്തിലുണ്ട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? കൂട്ടുകാർ മനപ്പാഠവാക്യം പഠിക്കുകയാണെങ്കിൽ ആ മനപ്പാഠവാക്യം തന്നെ ഇവിടെ പറഞ്ഞാൽ മതിയാകും. നാലാമത്തെ ചോദ്യം, ഈ കഥയിലൂടെ നിങ്ങൾ പഠിച്ച പ്രായോഗിക പാഠം എന്ത്? എന്താണ് നമ്മൾ പഠിച്ച പ്രായോഗിക പാഠം? ഒരിക്കലും നാം അഹങ്കരിക്കാൻ പാടില്ല. നേട്ടങ്ങളെല്ലാം ദൈവം നമുക്ക് ദാനങ്ങളായി തരുന്നതാണ്. അതിൽ നാം എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതോടെ അവസാനിക്കുകയാണ്. കൂട്ടുകാർ ഈ പാഠം നന്നായിട്ട് കേൾക്കുക, നന്നായിട്ട് പഠിക്കുക. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.